ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഒരു മൈലാഞ്ചി പൊടിയുടെ പാക്കറ്റ് വാങ്ങിയിരുന്നു കേട്ടോ. അപ്പോൾ അത് കുറേ ദിവസമായി അത് കൂട്ടി വയ്ക്കണം, തലയിലിടണമെന്നൊക്കെ കുറേ ദിവസമായി വിചാരിക്കണം. അപ്പം ഇന്ന് അത് കൂട്ടി വെച്ചിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് തലയിടാമെന്ന് കരുതി. അപ്പം ഞാനത് എങ്ങനെ കൂട്ടി വയ്ക്കണം എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പം നേരെ വീഡിയോയ്ക്ക് പോവാം. ആദ്യം ചെയ്യേണ്ടത് മൈലാഞ്ചി പൊടി കൂട്ടാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു ഗ്ലാസ് വെള്ളം അടുപ്പത്ത് വെച്ച് നല്ലതുപോലെ തിളപ്പിക്കണം കേട്ടോ. അതിന് ശേഷം നമ്മൾ തിളച്ച് വരുമ്പോൾ ഞാൻ നെല്ലിക്ക പൊടി ഇടലില്ല കേട്ടോ. നെല്ലിക്ക ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നെല്ലിക്ക അങ്ങനെ വാങ്ങിക്കൊണ്ടുമ്പോൾ അതിൽ നിന്നൊക്കെ എടുത്തിട്ട് ഞാൻ ഉണക്കി വെക്കും. അപ്പോൾ ഉണക്കി വെച്ചത് എടുത്തിട്ടാണ് ഞാൻ വെള്ളത്തിട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് 4 നെല്ലിക്ക ഉണ്ടായിരുന്നു. അപ്പോൾ നെല്ലിക്ക എടുത്തിട്ട് നല്ലതുപോലെ ചതച്ചിട്ട് ഞാൻ വെള്ളത്തിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്താ പറയുക, ഞാൻ മൈലാഞ്ചി കൂട്ടുമ്പോൾ നെല്ലിക്ക ഇട്ടു കേട്ടോ. പൊടി വാങ്ങലില്ല, അധികം പൊടി വാങ്ങലില്ല. നെല്ലിക്ക ഇങ്ങനെ ചതച്ചിടുക ചെയ്യൽ. അപ്പോൾ അതിൻ്റെ നീരൊക്കെ നമുക്ക് വെള്ളത്തേക്ക് കിട്ടുമല്ലോ. പിന്നെ ഞാൻ നുള്ളു കരിഞ്ചീരകം ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഞാൻ മാസത്തിൽ 2 പ്രാവശ്യമൊക്കെ തലയിൽ മൈലാഞ്ചി ഇടും കേട്ടോ. എനിക്ക് മുടി നല്ല കൊഴിഞ്ഞിരുന്നു. ഇപ്പോൾ ഞാൻ അങ്ങനെ ഇടുന്ന കാരണം മുടി കൊഴിച്ചിൽ കുറേയൊക്കെ കുറഞ്ഞു കേട്ടോ. അപ്പോൾ ഇത് എന്താ പറയുക, നല്ലതുപോലെ തിളച്ച് വന്നപ്പോൾ ഞാൻ ഒരു 3 സ്പൂണ് ചായപ്പൊടി ഇട്ടെടുത്തു കേട്ടോ. കാരണം 3 സ്പൂൺ പറയാൻ നിറച്ച് എടുത്തിട്ടില്ല കേട്ടോ. കാരണം ഒരു കയ്യിൽ ഫോണും ഒരു കൈ കൊണ്ടാണ് ഇപ്പോൾ ഞാൻ എന്താ പറയുക ഇത് എടുക്കണത്. അപ്പോൾ അധികം നിറഞ്ഞിട്ടൊന്നല്ല കേട്ടോ കിട്ടണത്. അതുകൊണ്ട് ഞാൻ 3 സ്പൂൺ എടുത്തണത്. അപ്പോൾ 3 സ്പൂണ് പൊടി ഇട്ടു. അത് കഴിഞ്ഞ് നല്ലതുപോലെ തിളച്ച് വന്ന ശേഷം നമുക്കത് വാങ്ങി വെച്ച് ചൂടാറിയിട്ടോ ഞാൻ മൈലാഞ്ചി കൂട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ അന്ന് തിളച്ച് വന്ന ശേഷം നമുക്ക് മൈലാഞ്ചി പൊടി കൂട്ടി വയ്ക്കാം. അപ്പോൾ ഞാൻ കുറേ ദിവസമായിട്ട് അങ്ങനെ മൈലാഞ്ചി ഇടാൻ വിചാരിക്കും. ഇപ്പോൾ ഓരോരോ തിരക്ക് കാരണം ഇടാൻ പറ്റില്ല. പിന്നെ അമ്പാടി ഉറങ്ങുന്ന സമയത്തൊക്കെ ഓരോന്നും ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം മൈലാഞ്ചി കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സാവധാനം ഇടാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിത് ആദ്യം കൂട്ടി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ 2-3 ദിവസം കഴിഞ്ഞിട്ടോ മൈലാഞ്ചി ഇടുള്ളൂ കേട്ടോ. ഞാൻ കൂട്ടി വെച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ ഇത് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ചുവന്ന കളറായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് അരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നീലാമ്പരി ഇവിടെ അടുത്ത വീട്ടിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് പൊട്ടിച്ചിവിടെ കുറേ വട്ടം ഞാൻ കുഴിച്ചിട്ടിട്ട് കൊടുന്നിട്ട് ഒരു തൈ കൊടുന്നിരുന്നു. അപ്പോൾ അതൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ അടുത്ത് വീട്ടിലുണ്ടായിരുന്ന തൈ. അപ്പോൾ ഞാൻ അതിൽ നിന്ന് 2-3 ഇല കൊടുന്നിരുന്നു കേട്ടോ. അപ്പോൾ അതും അരച്ച് കൊടുക്കാമെന്ന് കരുതി പൊടി മൈലാഞ്ചി കൂട്ടണേൽ കേട്ടോ. അപ്പോൾ ഞാൻ 100 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാട്ടോ മൈലാഞ്ചി പൊടി വാങ്ങിയത്. അപ്പോൾ വാങ്ങി വെച്ചിട്ട് കുറേ ദിവസമായിട്ട്. അപ്പോൾ ഞാനത് സമയമില്ലാത്ത കാരണം ഇങ്ങനെ ചിരുന്നതായിരുന്നു. അപ്പോൾ നീലാമ്പരിയൊക്കെ അരച്ച് അതിൻ്റെ നീരെടുത്തു മൈലാഞ്ചി പൊടിക്ക് പാർന്ന് കൊടുത്തിട്ട് ആദ്യം. അത് കഴിഞ്ഞിട്ട് ഞാൻ വെള്ളം നല്ലതുപോലെ ചൂടാറിയ ശേഷം ഞാൻ ചായപ്പൊടി വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഇളക്കിയിട്ട് ഞാൻ വെച്ചിട്ടോ. ഈ പൊടി നല്ലതുപോലെ ഞാൻ ഇളക്കി കൂട്ടി വെച്ചിട്ട് അത് കഴിഞ്ഞ ശേഷം ഞാൻ ചീനച്ചട്ടിയിൽ ഒഴിച്ച് വെക്കണം കേട്ടോ. അപ്പോൾ ചീനച്ചട്ടിയിൽ ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, നല്ലൊരു കളർ ഉണ്ടാകും. നല്ലൊരു ചുവന്നൊരു കളർ വരും കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാനൊരു 4-5 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ തലയിലിടൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചീനച്ചട്ടിയിൽ ഒഴിച്ച് വെക്കില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ചെയ്ത് വെക്കൊണ്ട് കേട്ടോ. നല്ല മാറ്റമുണ്ട് കേട്ടോ. മുടിക്ക് നല്ല മാറ്റമുണ്ട്. ഇങ്ങനെ നീലാമ്പരി അതുപോലെ നെല്ലിക്ക അതൊക്കെ ചേർത്തിട്ടോ ഞാൻ ഉണ്ടാക്കൽ. എൻ്റെ മുടി കൊഴിച്ചിൽ ഏകദേശം കുറഞ്ഞാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് കമൻറ്റ് എഴുതാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതേപോലെ അടുത്ത വീഡിയോയിൽ കാണാം.